സുഹൃത്തുക്കളെ, നാട്ടിൽ തിരിച്ചെത്തി ഒരു ടാക്സി ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്ന പ്രവാസിയാണോ നിങ്ങൾ? കൊച്ചിയിലെ ഇന്നത്തെ ഓൺലൈൻ ടാക്സി വിപണിയുടെ അവസ്ഥ അറിയാതെ ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യരുത്. ഏതാനും വർഷം മുൻപ് വരെ ഈ മേഖലയിൽ വലിയ ലാഭമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. ഓരോ മാസവും പുതിയ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നുണ്ടെങ്കിലും ട്രിപ്പുകളുടെ എണ്ണം അതിനനുസരിച്ച് വർദ്ധിക്കുന്നില്ല. ഒരു കണക്ക് നോക്കിയാൽ മുൻപ് ഡ്രൈവർമാർക്ക് ലഭിച്ചിരുന്ന ട്രിപ്പുകളുടെ പകുതി പോലും ഇന്ന് ലഭിക്കാത്ത അവസ്ഥയുണ്ട്. വാഹനങ്ങൾ കൂടിയതോടെ ഡിമാൻഡ് കുറഞ്ഞു. ഇത് വരുമാനത്തെ നേരിട്ട് ബാധിക്കുന്നു. ലക്ഷങ്ങൾ മുടക്കി പുതിയ വണ്ടിയെടുത്ത് കൊച്ചിയിൽ ഓടാൻ വരുന്നവർ ഇതിന്റെ പോരായ്മകൾ കൃത്യമായി പഠിക്കണം. പഴയ ലാഭം പ്രതീക്ഷിച്ച് ഈ മേഖലയിലേക്ക് വരുന്നത് വലിയ റിസ്ക്കാണ്. കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ ആരും ഇതിലേക്ക് ഇറങ്ങരുത്. വിവരങ്ങൾ ഉപകാരപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യുക. മറ്റൊരു അറിവുമായി വീണ്ടും കാണാം.